ലെറ്റ്സ് ഗെറ്റ് ഡ്രസ്ഡ്. ഹലോ, ഒരു ചിറ്റ്ചാറ്റ് പോലെ ഇന്നത്തെ ഗെറ്റ് റെഡി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1 വീക്ക് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയുക. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഗുഡ് സ്കിൻ ഡേയും ബാഡ് സ്കിൻ ഡേയും നമുക്കുണ്ട്. അപ്പം ഈ ഗുഡ് സ്കിൻ ഡേയിൽ കുറച്ച് പിമ്പിൾസൊക്കെ കുറഞ്ഞിരിക്കും, അല്ല ഡ്രൈ ഒക്കെ ആയവരാണെങ്കിൽ പാച്ചസ് ഒന്നും കാണാതിരിക്കും. പേഴ്സണലി എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഓയിലി സ്കിന്നുകാരുടെ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. ഓയിലി സ്കിൻകാരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആക്നെയാണ്. അപ്പം നമുക്ക് ആക്നെ കുറവുള്ള ദിവസം ഗുഡ് സ്കിൻ ഡേയും ആക്നെ കൂടുതലുള്ള ദിവസം ബാഡ് സ്കിൻ ഡേയും. ഗുഡ് സ്കിൻ ഡേ ആണ് ഇന്നെൻ്റെ എന്ന് പറയുന്നത്. ആകെ ഒരു പിമ്പിളേ ഉള്ളൂ, ബാക്കിയെല്ലാം പാടുകളാണ് കേട്ടോ. പിമ്പിൾ വന്ന് പോയേൻ. ഓയിലി സ്കിന്നുകാരെ എടുത്തു കഴിഞ്ഞാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിന്നുള്ളവരും കാണും. അത് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്റ്റീവ്സ് ആയിരിക്കും ചിലവർക്ക് സ്യൂട്ട് ആവുന്നത്. എൻ്റെ കേസ് പറയുവാണെങ്കിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ എനിക്ക് സ്യൂട്ട് ആവത്തേയില്ല. ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നു, അപ്പോഴൊക്കെ എനിക്ക് പിമ്പിൾസും പ്രോബ്ലംസും വരാറുണ്ട്. അപ്പം നമുക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നതും നമുക്ക് ഏതാ സ്യൂട്ട് ആവാത്തതെന്നും നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. പിമ്പിളും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ വരുവാണെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യണമെന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ സ്കിൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സ്കിൻ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡ്യൂസ് ആവും. സാധാ ഫുഡിൻ്റെ ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് സ്കിൻ കെയർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു നേരം നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. വേറൊരു മെത്തേഡെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ലെയർ ഓൺ ചെയ്യാതിരിക്കുക. ഈ പ്രോഡക്റ്റ്സ് ലെയർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആക്നെയിലാണല്ലോ നമ്മളതെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരി നിങ്ങളുടെ ആക്നീസ് എല്ലാം കുറയ്ക്കാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്ക് കൂടെ ഇടുക, അത്രയേ ഉള്ളൂ. ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ ഡ്രസ്സാണ്. ഞാനിത് അർബാനിക്കിന്ന് മേടിച്ചു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഗിവ എന്ന ബ്രാൻഡിൻ്റെ ഒരു നെക്ക് പീസാണ്. പിന്നെ ഞാനൊരു ഹൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പെർഫ്യൂം, ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അർബാനിക്കിൽ നിന്ന് സെറ്റായിട്ട് കിട്ടി. അപ്പം ഞാൻ അതും നമ്മുടെ ജോക്കർ ആൻഡ് വിച്ചിൻ്റെ വാച്ചുമാണ് യൂസ് ചെയ്യണത്. ഇതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ്